ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് എടുക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. അപ്പോൾ 1857 വരെയുള്ള ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെ കുറിച്ചിട്ട്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടക്കം 1857 വരെ. ചാപ്റ്ററിൻ്റെ പേര് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. അപ്പോൾ നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞു എന്താണ് ചക്രവർത്തിമാരുടെയും മുഗൾ രാജാക്കന്മാരുടെയും ഒക്കെ അങ്ങനെ ഭരണങ്ങളൊക്കെ കഴിഞ്ഞു, പലതരത്തിലുള്ള സാമ്രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ആകെ ശിഥിലമായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആർക്ക് വേണമെങ്കിലും എളുപ്പം വന്ന് കയറാം. ഇപ്പോൾ ബ്രിട്ടീഷുകാരെ പോലെ ശക്തന്മാരായിട്ടുള്ള ഒരാൾക്കാർക്ക് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം അല്ലേ, സുഖമായിട്ട് വന്ന് തോന്നിയ പോലെ വന്ന് കയറി പരിപാടിയൊക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ വരികയാണ് ഇന്ത്യയിലേക്ക്, അവരിങ്ങനെ കയറി വരാൻ പോവാണ്. അപ്പോൾ ഇവർ ബംഗാളിന്, ഇന്ത്യയിൽ ബംഗാളിനൊരു പ്രത്യേകതയുണ്ട് ആ സമയത്ത് കേട്ടോ. ആ സമയത്തെ ബംഗാളിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിൽ തന്നെ എന്താണ്, മുഗൾ സാമ്രാജ്യം തകർന്നു. മുഗൾ സാമ്രാജ്യം ഇങ്ങനെ തകർന്നു. അപ്പോൾ ഹൈദരാബാദ്, അവധ്, ബംഗാൾ, പഞ്ചാബ്, മറാത്ത അങ്ങനെയുള്ള പല സാമ്രാജ്യങ്ങളും അതോടുകൂടി ഉയർന്നു വന്നെങ്കിലും എന്താണ്, ഒന്നിനും ഒരു സ്ഥിരത അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാതും ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ ഒരു അക്ഷരതമായ അല്ലെങ്കിൽ ഒരു അസ്ഥിരമായിട്ടുള്ളൊരവസ്ഥയിലാണ് എല്ലാതും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് സ്ഥാനമുറപ്പിക്കാനായിട്ട് പറ്റിയൊരു സമയമായിരുന്നു. അപ്പോൾ ഇവരുടെ സാമ്രാജ്യം ഇവരെങ്ങനെയൊക്കെയാണ് സ്ഥാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദത്താവകാശ നിരോധനം, സൈനിക സഹായ വ്യവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കൂടെ ഇതിലൊന്നും വഴങ്ങാത്തവരെന്ത് ചെയ്യാണ്, യുദ്ധത്തിൽ കൂടെ കീഴ്പ്പെടുത്തിക്കൊണ്ടൊക്കെ അവരെന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യം അവരവിടെ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബംഗാളിൽ കുറച്ച് പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വളരെ എളുപ്പമായിരുന്നു. ബംഗാളിൻ്റെ ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അവസ്ഥ എന്നൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഭരണം പിടിച്ചെടുക്കാനും അവിടെ സ്ഥാപിക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് വെച്ചുകൊണ്ടും അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എന്താണ്, ബംഗാൾ പിടിച്ചെടുക്കാനായിട്ട് ആ സമയത്ത് വളരെ എളുപ്പമായിരുന്നു. അതുമാത്രമല്ല ബംഗാൾ വളരെ സമ്പന്നമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ണുവെച്ചുകൊണ്ടാണ് ബംഗാളിലേക്കാണ് ബ്രിട്ടീഷുകാർ ആദ്യം ഇങ്ങനെ കയറി വരാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവരങ്ങോട്ട് വരുമ്പോൾ 2 ലക്ഷ്യങ്ങളാണ്. ബംഗാളിൽ നവാബായിട്ട് ഇവർ മുന്നേ എന്താണ്, കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ 1756 ബംഗാൾ നവാബായിട്ട് അധികാരമേറ്റ സിറാജ് ഉദ്ദൗളയായിട്ട് ബ്രിട്ടീഷുകാർ അത്ര നല്ല സ്വരച്ചേർച്ചയിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവാബിൻ്റെ അനുവാദം കൂടാണ്ട് ഇവർ കൽക്കട്ടേനെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ പോയി, ബ്രിട്ടീഷുകാർ. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് കമ്പനി ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിട്ട് ബംഗാളിൽ വന്നിട്ട് സ്വകാര്യമായിട്ട് കച്ചവടം ചെയ്യാണ്. അപ്പോൾ ഇവർ സാമ്രാജ്യം, ഈ നവാബിൻ്റെ സാമ്രാജ്യത്തിന് കിട്ടുന്ന പൈസയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിലും എന്താണ്, ആൾക്കൊരു അതൃപ്തിയുണ്ട്. അപ്പോൾ ഇതിനെ ഇവർ എതിർത്തിട്ട് പോലും എന്താണ്, ഒരു വിലയും വെക്കാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നവാബിന് നല്ലത്തിരി ഇവരോട് കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ പ്ലാസി യുദ്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇപ്പോൾ ബംഗാൾ വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ ബംഗാളിൽ കൂടിയാണ് തുടങ്ങുന്നത്. ബംഗാളിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, സമ്പന്നമാണ്, ഭൂമിശാസ്ത്രപരമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും ഒക്കെ എന്താണ്, ആകെ ഒരു അരക്ഷിതാവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് എന്താ പറയുക, കലങ്ങിയ കുളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമെന്നുള്ളൊരവസ്ഥയാണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യയിലേക്ക് മൊത്തം കയറാൻ അവർക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ ബംഗാളിൽ നവാബാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, സിറാജ് ഉദ്ദൗള. അപ്പോൾ ആളായിട്ട് ഓൾറെഡി എന്താണ്, കുറച്ച് സ്വരച്ചേർച്ചയിലാണ്. അപ്പോൾ 3 യുദ്ധങ്ങളാണ് മെയിനായിട്ട് പറയണത്.
പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം, കർണാട്ടിക് യുദ്ധം. ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണ്? പ്ലാസി യുദ്ധം. അപ്പോൾ പ്ലാസി യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോണത്. പ്ലാസി യുദ്ധം നടക്കുന്നത് 1757 ബംഗാളിലെ പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. 1757 അപ്പോൾ ഈ പറഞ്ഞ പോലെ സിറാജുദ്ദൗളയായിട്ട് അവർ കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൽക്കട്ടേനെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ പോവാണ്. അപ്പോൾ ഡയറക്റ്റ് നവാബ് വന്നിട്ട് അത് പറ്റില്ല എന്ന് അവരോട് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. അവർ പിന്നെയും അതിന് വേണ്ടി തുനിഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു യുദ്ധം എന്നോണം അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിനിടയിൽ ബ്രിട്ടീഷുകാർ പോയിട്ട് ഈ സിറാജിൻ്റെ സേനാനായകനായിട്ടുള്ള മിർ ജാഫറുമായിട്ട് രഹസ്യധാരണയിലെത്തി. അപ്പോൾ അവർ പറഞ്ഞു, മിർ ജാഫർ നവാബിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ കൂടെ നിൽക്കുകയാണെങ്കിൽ നവാബ് തോറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അടുത്ത നവാബായിട്ട് മിർ ജാഫറെ നിയമിക്കാമെന്ന് പറഞ്ഞു. ഒരു രഹസ്യധാരണയിലൊക്കെ എത്തി യുദ്ധമൊക്കെ തുടങ്ങി. എന്ത് ചെയ്തു? ഈ മിർ ജാഫർ നമ്മുടെ സിറാജുദ്ദൗളനെ ചതിച്ചു, ഒറ്റുകൊടുത്ത് ചതിച്ചിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നവാബിനെ തോൽപ്പിച്ചു, സിറാജുദ്ദൗളനെ തോൽപ്പിച്ചിട്ട് പരാജയപ്പെടുത്തി അദ്ദേഹത്തിനെ തടവുകാരനായി പിടിച്ച് വധിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അവർ ധാരണയിലെത്തിയ പോലെ തന്നെ ആളെ സേനാനായകനായിട്ടുള്ള മിർ ജാഫറിനെ അവിടുത്തെ ബംഗാളിലെ അടുത്ത നവാബായിട്ട് അവർ അവരോധിച്ചു. അപ്പോൾ അവരുടെ സ്വന്തം ആളായില്ല. ഇതാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ, അതായത് ചതിച്ച് നേടിയ യുദ്ധമാണ്, ബ്രിട്ടീഷുകാർ ചതിച്ച് നേടിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? പ്ലാസി യുദ്ധമാണ്. പക്ഷേ ചരിത്രകാരന്മാർ അതിനെ രേഖപ്പെടുത്തി കാണുന്ന, അല്ലെങ്കിൽ അതിനെ അവരംഗീകരിക്കുന്നില്ല. അത് ചതിച്ച് നേടിയ യുദ്ധമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ 1757 ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ബംഗാളിലെ പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ വിജയിച്ചു, ചതിച്ച് നേടിയ വിജയമാണ്. ഇനി രണ്ടാമത്തെ ബക്സർ കലാപം. അങ്ങനെ ഇത് നടക്കുന്നത് 1764. അങ്ങനെ പ്ലാസി യുദ്ധമൊക്കെ കഴിഞ്ഞു. മിർ ജാഫറായി അടുത്ത നവാബ്. അപ്പോൾ മിർ ജാഫർ മറ്റവരെ കളിപ്പാവകളെ പോലെ നിൽക്കേണ്ടി വന്നു. ഇവർ പറയുന്ന വ്യാപാര ആനുകൂല്യങ്ങൾ കമ്പനിക്ക് കൊടുക്കേണ്ടി വന്നു. കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇയാളെ കൊണ്ട് ഓടിക്കളിക്കേണ്ട കുട്ടിരാമ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടികളൊക്കെ നടത്തി. അങ്ങനെ മിർ ജാഫർ കുറേ കഴിഞ്ഞപ്പോൾ ആളെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റാണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? മിർ ജാഫറിനെ മാറ്റിയത് ഇവർ പറയണതൊക്കെ കഴിവില്ല എന്ന് മനസ്സിലായപ്പോൾ മിർ ജാഫറിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള മിർ കാസിമിനെ അവർ നവാബായിട്ട് നിയമിച്ചു. പക്ഷേ ഈ മിർ കാസിം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല. അയാൾ അവരുടെ സൈന്യത്തിനെ പുനഃസംഘടിപ്പിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അവർക്ക് ഓപ്പോസിറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ധാരണയുടെ പുറത്താണ്. ഇയാളുടെ മാമ വഴി ഇതൊക്കെ കിട്ടിയെങ്കിൽ കൂടി അയാൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ മിർ കാസിമിനെതിരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ മിർ കാസിം എന്ത് ചെയ്തു? ഒരു ആക്രമണ പരമ്പര തന്നെ, യുദ്ധങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായി. അങ്ങനെ ബ്രിട്ടീഷുകാർ ജയിച്ചു. ബ്രിട്ടീഷുകാർ ജയിച്ചപ്പോൾ പരാജിതനായിട്ടുള്ള മിർ കാസിം അവധിയിലേക്ക് രക്ഷപ്പെട്ടു. അവധി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവധിയിലേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞ് മിർ കാസിം എന്ത് ചെയ്തു? അവിടെ ഇതുപോലെ ബ്രിട്ടീഷുകാരെ നിന്ന് പണി വാങ്ങിക്കൂട്ടിയിട്ടുള്ള കുറേ ഭരണാധികാരികളുണ്ട്. അവരെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ട് അവരെയൊക്കെ കൂട്ടിയിട്ട് ആൾ വീണ്ടും എങ്ങോട്ട് വന്നു? ബംഗാളിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ 1761 ഒക്ടോബറിൽ ബക്സാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും അവർ ഏറ്റുമുട്ടാണ്. ഇതാണ് ബക്സർ യുദ്ധം വരുന്നത്. ഏറ്റുമുട്ടൽ വന്നപ്പോൾ അവിടെയും ബ്രിട്ടീഷുകാർ തന്നെയാണ് വിജയിച്ചത്. അവസാനം മിർ കാസിം ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് ഇന്ത്യ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ളൊരു യുദ്ധമാണ്. ഇവിടെ ചതിയും വഞ്ചനയൊന്നുമില്ല, നേരിട്ടുള്ള യുദ്ധമാണ്. ഇനി ഇംഗ്ലീഷുകാർ പ്ലാസിൽ വിജയം നേടിയത് ചതിപ്രയോഗത്തിൽ കൂടിയാണ്. പക്ഷെ ബക്സാറിൽ എങ്ങനെയാണ്? അവരവരുടെ സൈനിക മികവ് കാണിച്ചിട്ടാണ് വിജയം നേടിയത്. ബക്സാർ യുദ്ധത്തിലൂടെ ഇംഗ്ലീഷുകാർ ബംഗാളിലെ യഥാർത്ഥ അധിപന്മാരായി തീർന്നതോടുകൂടി ബംഗാൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അധീനതയിൽ വന്നു.
ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ നികുതി പിരിക്കാനുള്ള അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി. ബക്സാർ യുദ്ധത്തിൽ 3 ഇന്ത്യൻ ശക്തികളാണ് പരാജയപ്പെട്ടത്. 1 ബംഗാളിലെ നവാബ്, 2 അവധിയിലെ നവാബ്, 3-മത്തെ ആൾ നമ്മുടെ മുഗൾ ചക്രവർത്തി. ആ സമയത്ത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു മുഗൾ ചക്രവർത്തി. അപ്പോൾ അങ്ങനെ അലഹബാദ് ഉടമ്പടി കൂടെ എന്താണ് യുദ്ധം അവസാനിച്ചു. ഇതാണ് ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ്. പക്ഷെ ഇതിനെയാണ് ചരിത്രത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. മറ്റേത് ചതിയിലൂടെ നേടിയിട്ടുള്ള യുദ്ധമാണല്ലോ. അപ്പം ഇങ്ങനെയാണ് 2 യുദ്ധങ്ങൾ. വർഷം പഠിക്കുക, ആരൊക്കെ തമ്മിലാണെന്ന് പഠിക്കുക, എന്താണ് സംഭവം എന്നുള്ളത് പഠിക്കാം. ഇനി വരുന്നതാണ് എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഇപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വലിയ റോളൊന്നും ആദ്യം വരുന്നില്ല. കാരണം നമ്മുടെ നാട് പല വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ നമ്മളെ ഭരിച്ചിരുന്ന ആൾക്കാരാണ് ഫ്രഞ്ചുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ മദ്രാസ് കൈയടക്കി വെച്ചപ്പോൾ ഫ്രഞ്ചുകാരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. 1700 ഇപ്പോൾ ഫസ്റ്റ് കർണാടക വാർ അല്ലെങ്കിൽ ഫസ്റ്റ് കർണാട്ടിക് വാറിനെ കുറിച്ചാണ് പറയുന്നത്. 1742 യൂറോപ്പിൽ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം പൊട്ടിപ്പുറപ്പെടാണ്. അപ്പോൾ വേറെ യുദ്ധങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ ഓസ്ട്രിയൻ യുദ്ധം ഇങ്ങനെ തുടങ്ങുന്നതിൻ്റെ സമയത്ത് എന്താണ് അവിടെ ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇവിടെയും അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ ഉണ്ടാവാണ്. സ്വാഭാവികമായും ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും അധികാര കേന്ദ്രങ്ങളിലുള്ള ഇന്ത്യയിലും എന്താണ് ആ യുദ്ധത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാവണം. അവർ തമ്മിൽ യുദ്ധം ഇവിടെ ഉണ്ടാവാണ്. ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡ്യൂപ്ലെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഇവിടെ യുദ്ധം ഉണ്ടായി. ഇവർ തമ്മിലിട്ട നമ്മളല്ല, ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും. പക്ഷേ യുദ്ധം ചെയ്യണം അവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലാന്ന് മാത്രം. അങ്ങനെ 1745 ബാർനറ്റിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് നാവികപ്പട കർണാട്ടിക് തീരത്തെത്തുകയും ഫ്രഞ്ച് കപ്പലായ ഫവോറി പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 1745 ഇംഗ്ലീഷ് നാവികപ്പട അത് നയിച്ചിരുന്ന ആളാണ് ആര്? ബാർനെറ്റ്. അവരെന്ത് ചെയ്തു? കർണാട്ടിക് തീരത്തെത്തി നമ്മുടെ ഫ്രഞ്ച് കപ്പലായിട്ടുള്ള ഫവോറി പിടിച്ചെടുത്തു. ഫ്രഞ്ച് സൈന്യം അങ്ങനെ മദ്രാസിൻ്റെ കടൽ വഴി പോയി കരവഴിയൊക്കെ പോയി അവിടെ തിരിച്ച് ആക്രമണം തുടങ്ങി. മദ്രാസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കർണാട്ടിക് നവാബായിട്ടുള്ള അൻവറുദ്ദീൻ്റെ പിന്തുണ തേടിയിട്ട് ബ്രിട്ടീഷുകാർ പോയി. ആദ്യം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നിട്ട് കർണാട്ടിക് തീരം വഴി വന്ന് ഫ്രഞ്ചിൻ്റെ കപ്പൽ പിടിച്ചെടുത്തു. അപ്പോൾ ഫ്രഞ്ചുകാർ പോയിട്ട് ബ്രിട്ടീഷ് അധീനതയിലുള്ള മദ്രാസ് കരവഴിയും കടൽ വഴിയൊക്കെ പോയി മദ്രാസ് ആക്രമിച്ചു. അപ്പോൾ ഫ്രഞ്ചുകാരെ തിരിച്ചാക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കർണാട്ടിക് നവാബായിട്ടുള്ള കർണാടകയിൽ നവാബിൻ്റെ സഹായം ആര് പോയി തേടി? ബ്രിട്ടീഷുകാർ പോയി തേടി. അൻവറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ നവാബ് ഫ്രഞ്ചിനെതിരെ സൈന്യത്തെ നിയോഗിച്ചു. ബ്രിട്ടീഷുകാരെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രഞ്ചിനെതിരെ സൈന്യത്തെ നിയോഗിച്ചു. അങ്ങനെ നവാബും സൈന്യവും ഫ്രഞ്ച് സൈന്യവും കൂടെ ഏറ്റുമുട്ടി. ഇതിൽ അങ്ങനെ എന്ത് ചെയ്തു? ഏറ്റുമുട്ടി. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. 1745 ഇത് യുദ്ധം തുടങ്ങിയത് ഓസ്ട്രേലിയൻ യുദ്ധം തുടങ്ങി. 48 ലേ ഐ ലാഷ ഉടമ്പടി പ്രകാരം എന്താണ് ഓസ്ട്രിയൻ യുദ്ധം അവസാനിച്ചു. ഐലാഷ ഉടമ്പടി പ്രകാരം 1748 ഐലാഷ ഉടമ്പടി പ്രകാരം എന്താണ് യുദ്ധം അവസാനിച്ചു. പക്ഷേ എന്താണ് അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ഇവിടെ മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തന്നെ തിരിച്ചു കിട്ടി. ഫ്രഞ്ചുകാർ വന്ന് അവിടെ ഇതാക്കിയല്ലോ. പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടർക്കും പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായില്ല. അതായത് ഇവരിവിടെ വന്ന് കോളനി സ്ഥാപിച്ചു. 2 കൂട്ടരും, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ഫ്രഞ്ച് അധീനത എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലും ബ്രിട്ടീഷ് അധീനത എവിടെയായിരുന്നു? മദ്രാസിലുമായിരുന്നു. അപ്പോൾ ഇവരെ നാട്ടിൽ യൂറോപ്പിൽ എന്ത് നടക്കുകയാണ്? ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം നടക്കുകയാണ് 1745. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ ഇവിടെയും എന്താണ് അടി നടക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നിട്ട് ഫ്രഞ്ചിൻ്റെ കപ്പൽ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഫ്രഞ്ചുകാർ വന്നിട്ട് മദ്രാസ് പിടിച്ചെടുത്തപ്പോൾ ഇതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കർണാടകയിലെ നവാബിൻ്റെ സഹായം തേടി. അങ്ങനെ നവാബിൻ്റെ സൈന്യവും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞിട്ട് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് അവിടെ
ഐലാഷ ഉടമ്പടി പ്രകാരം യുദ്ധം അവിടെ അവസാനിച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 1748 ഓസ്ട്രിയൻ യുദ്ധം യൂറോപ്പിൽ അവസാനിച്ചു. അപ്പോൾ അതോടുകൂടി ഇവിടെ സന്ധി ചെയ്യണമെന്നായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഫ്രഞ്ചുകാർ ഒരു ഇതൊന്നും ഇല്ലാണ്ട് എന്താണ് അവർക്ക് തിരിച്ചു കൊടുത്തു. ഇവരുടെ മദ്രാസ് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. വെറുതെ കുറേ യുദ്ധം ചെയ്തു എന്നല്ലാണ്ട് ഇതിനിടയിൽ കർണാടകയുടെ നവാബ് ശശിയായി പോയി എന്നല്ലാതെ വേറെ ഒരു ഗുണവും ആർക്കും ഉണ്ടായില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുണമില്ലാതെ ഒരു യുദ്ധം ഇങ്ങനെ നടന്നു. ഇതിനെയാണ് എന്താ പറയുക, ഒന്നാം കർണാട്ടിക് യുദ്ധം. അതായത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1745. 42 ഓസ്ട്രിയൻ യുദ്ധം നടന്നത്. ഇനി ഇപ്പോൾ 1742 മുതൽ 8 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത് 1740. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെയാണ് നടക്കുന്നത്. ഇതും ഇവർ തമ്മിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഐലാഷാപ്പൽ സന്ധി പ്രകാരം യുദ്ധമൊക്കെ അവസാനിച്ചെങ്കിൽ കൂടി എന്താണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ചയൊന്നും അവർ വന്നില്ല. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു വിഷമമൊക്കെ അങ്ങോട്ട് ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഫ്രഞ്ചുകാരുടെ ഗവർണറായിട്ടുള്ള ഡ്യൂപ്ലെ വിചാരിച്ചു, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഭരണാധികാരികളെ കൂട്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടരെ സഹായിച്ചിട്ട് നമുക്ക് അവരെ ഭാഗത്താക്കാമെന്ന് ഈ ഗവർണർ തീരുമാനിച്ചു. അപ്പം അയാൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്താണ് അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളും അയാൾക്ക് വന്നു ചേരാണ്. കർണാട്ടിക് നവാബായിട്ടുള്ള ദോസ്ത് അലി അതിൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ചന്ദ്ര സാഹിബും അൻവറുദ്ദീനും തമ്മിൽ കർണാടിക് സിംഹാസനത്തിന് വേണ്ടിയിട്ട് ഒരു മത്സരം ആരംഭിച്ചു. അതേസമയം തന്നെ ഹൈദരാബാദിലെ നൈസാം, അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള നൈസാം മരിക്കുകയും ആ സിംഹാസനത്തിന് വേണ്ടിയിട്ട് നൈസാമിൻ്റെ മകനും പൗത്രനും തമ്മിൽ മത്സരം നടക്കുകയും ചെയ്തു. ഇതൊരു നല്ല ഇതായിട്ട് കണ്ടിട്ട് ഈ ഡ്യൂപ്ലെ, ഫ്രഞ്ചിൻ്റെ ഗവർണറായിട്ടുള്ള ഡ്യൂപ്ലെ എന്ത് ചെയ്തു, ഈ രണ്ട് പ്രശ്നത്തിലും പോയി ഇടപെട്ടിട്ട് ഓരോ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ സഹായിച്ചു. ഇങ്ങനെ സഹായിച്ചുകൊണ്ട് ഇവർ സഹായിച്ച ടീമുകൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ, അപ്പോൾ ആരെ സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർണാടകയിൽ ചന്ദ്ര സാഹിബിനെയും മുസാഫിർ ജംഗിനെയും സഹായിക്കാൻ ഡ്യൂപ്ലെ തീരുമാനിച്ചു. രണ്ട് മത്സരം നടന്നതിൽ കർണാട്ടിക്കിൽ ചന്ദ്ര സാഹിബിനെയും മറ്റേ ഹൈദരാബാദിൽ മുസാഫിർ ജംഗിനെയാണ് ഇവർ സഹായിച്ചത്. അപ്പോൾ ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു, അവരുടെ ഓപ്പോസിറ്റ് ടീമിനെയാണ് ഇംഗ്ലീഷുകാർ സഹായിച്ചത്. അപ്പോൾ ഫലത്തിൽ എന്താണ്, ഇപ്പോൾ ഒരു വീട്ടിൽ ആ വഴക്ക് നടക്കുകയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അടി നടക്കുകയാണ്. അപ്പോൾ രണ്ട് കൂട്ടരെ സഹായിക്കാനായിട്ട് രണ്ട് വിദേശ ശക്തികളുണ്ടായി. അങ്ങനെ ഫ്രഞ്ച് സഹായത്തോട് കൂടിയിട്ട് ചന്ദ്ര സാഹിബും മുസാഫിർ ജംഗും ചേർന്ന് കർണാടകയിലെ അൻവറുദ്ദീനെയും അംബീർ എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ചു. അപ്പോൾ ഫ്രഞ്ചുകാർ സഹായിച്ചവരാണ് എന്ത് ചെയ്തത്, വിജയിച്ചത്. അങ്ങനെ വിജയിച്ച് അവരെ ഓപ്പോസിറ്റ് ടീമിനെ വധിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് സഹായിച്ചതിൻ്റെ നന്ദിയായിട്ട് അവരെന്ത് ചെയ്തു, നമ്മുടെ ഹൈദരാബാദിലുള്ള ടീമുകൾ കൃഷ്ണ നദിക്ക് തെക്ക് പ്രദേശത്തെ ഗവർണറായിട്ട് ഡ്യൂപ്ലേനെ നിയമിക്കുകയാണ്. അപ്പോൾ ഇവർ ഫ്രഞ്ചുകാർക്ക് മനസ്സിലായി, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യത്തെ കർണാട്ടിക് യുദ്ധത്തിൽ അതാണല്ലോ ചെയ്തത്. കർണാട്ടിക് നവാബിനെ പോയിട്ട് സഹായത്തിന് വിളിച്ചിട്ട് അവരായിട്ടാണ് ഫ്രഞ്ചുകാർ അടിയുണ്ടാക്കിയത്. അപ്പോൾ ഇതേ തന്ത്രം തന്നെ നമുക്കും എടുക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ സഹായിക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രണ്ട് പ്രശ്നങ്ങൾ കർണാട്ടിക്കിലും ഹൈദരാബാദിലും വരുന്നത്. അപ്പോൾ അതിൽ ഓരോ ടീമിനെ ഫ്രഞ്ചുകാർ എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. അവർ ഹെൽപ്പ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ടീമുകളെ ആരാണ്, ബ്രിട്ടീഷുകാരും സഹായിക്കുകയാണ്. അങ്ങനെ ഫ്രഞ്ചുകാർ സഹായിച്ചിട്ടുള്ള ആൾക്കാർ വിജയിച്ച് മറ്റവരെ വധിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷുകാർ തോറ്റ പോലെ തന്നെ. അപ്പോൾ തങ്ങളെ സഹായിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ഹൈദരാബാദിലുള്ള നൈസാം, അതായത് പുതിയതായിട്ട് അവരോധിക്കപ്പെട്ട നൈസാം എന്ത് ചെയ്തു, കൃഷ്ണ നദിക്ക് തെക്ക് പ്രദേശത്തിൻ്റെ ഗവർണറായിട്ട് ഡ്യൂപ്ലേനെ നിയമിച്ചു.
അതോടുകൂടി ഇംഗ്ലീഷുകാരാകെ പ്രശ്നത്തിലായി. കാരണം അവരെക്കാളും ഒരു മേൽക്കോയ്മ ഫ്രഞ്ചുകാർക്ക് കിട്ടി. ഇംഗ്ലീഷുകാരപ്പോൾ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ചന്ദ്ര സാഹിബിനെ പരാജയപ്പെടുത്തി ആർക്കോട്ട് പിടിച്ചെടുത്തു. അപ്പോൾ ഫ്രഞ്ചുകാർ വിജയിപ്പിച്ചിട്ട് സിംഹാസനത്തിൽ എത്തിയിട്ടുള്ള ആളാണ് കർണാട്ടിക്കിലെ ചന്ദ്ര സാഹിബ്. അവരെ പോയിട്ട് ഡയറക്റ്റ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ അവർ ആർക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചെടുത്തു. എന്നിട്ട് മുഹമ്മദ് അലി എന്നൊരാളെ കർണാട്ടിക് നവാബായിട്ട് അവിടെ വാഴിച്ചു. ഫ്രഞ്ച് സൈന്യം തുടർച്ചയായിട്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് തോൽപ്പിക്കപ്പെടാനായിട്ട് തുടങ്ങി. പിന്നീട് ആ ഫ്രഞ്ചിൻ്റെ ഒരു ആധിപത്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഡ്യൂപ്ല ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഡ്യൂപ്ലയുടെ പരാജയം കണ്ടിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചിട്ട് ലോ എന്ന് പറയുന്ന ഒരാളെ ഫ്രഞ്ച് സൈന്യത്തിന് നായകനായിട്ട് നിയമിച്ചു. അപ്പോൾ ലോ എന്താണ് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് ആകെ അങ്ങോട്ട് തളർന്നു പോയി. പിന്നീട് ആളെ പിടിച്ച് തടവിലാക്കുകയും അതോടുകൂടി ആ ഫ്രഞ്ചിൻ്റെ ആ ഒരു സംഭവം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു അധീനത അല്ലെങ്കിൽ അധീശത്വം തന്നെ അവിടെ അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഫ്രഞ്ച് അധീശത്വം അവസാനിപ്പിച്ച യുദ്ധമാണ് എന്ത്? കർണാട്ടിക് യുദ്ധം. ഇതൊക്കെ കഴിഞ്ഞോടുകൂടി എന്താണ്, ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് തുടങ്ങി എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ യുദ്ധമൊക്കെ തുടങ്ങി. ഇനി ബ്രിട്ടീഷുകാരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദത്താവകാശ നിരോധന നിയമം, പിന്നെ സൈനിക സഹായം, അങ്ങനെയൊക്കെ വഴി അവർ പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദത്താവകാശ നിരോധനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നാട്ടുരാജ്യത്തിന് അവരുടെ പിന്മുറക്കാരായിട്ട് മക്കളോ ഒന്നും ഇല്ലയെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവർ ദത്തെടുക്കും. കുട്ടികളെ ദത്തെടുത്തിട്ട് അവരെ അടുത്ത അനന്തരാവകാശികളാക്കി മാറ്റും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യുക? ആ രാജ്യം പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുക. അപ്പോൾ അതോട് കൂടിയിട്ട് കുറേ രാജ്യങ്ങൾ അങ്ങനെ പോയി. പിന്നെ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇത് ബ്രിട്ടീഷുകാർ എല്ലാ നാട്ടുരാജ്യങ്ങളും അവരുടെ ഒരു സ്ഥിരം സഖ്യത്തിനവിടെ വെക്കുകയാണ്. പതുക്കെ എന്താണ്, ഈ സൈനിക സഖ്യമാണ് ആ രാജ്യത്തിൻ്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലേക്കൊക്കെ വരികയും ആ രാജ്യം പതുക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാട്ടോ. 1789 ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ട് നിയമിക്കപ്പെട്ട വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നത്. വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി തൻ്റെ രാജ്യത്ത് കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ഈ സൈന്യത്തിൻ്റെ ചിലവ് ആര് കൊടുക്കണം? ഈ രാജ്യത്തിലെ നാട്ടുരാജാവ് തന്നെ കൊടുക്കണമെന്ന്. കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിർത്തും വേണം, അതിനുള്ള ചിലവ് അവരെന്നെ കൊടുക്കണം. ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിലനിർത്തണം. കൂടാതെ കമ്പനിയുടെ അനുവാദമില്ലാതെ മറ്റ് നാട്ടുരാജ്യങ്ങളായിട്ട് സഖ്യമുണ്ടാക്കാനായിട്ട് പാടില്ല. നാട്ടുരാജ്യത്തിൻ്റെ വിദേശ നയം കമ്പനിക്ക് അടിയറവ് വയ്ക്കണം. അതായത് ബ്രിട്ടീഷുകാരൊഴികെയുള്ള മറ്റെല്ലാ യൂറോപ്യന്മാരെയും തങ്ങളുടെ സേവനത്തിൽ നിന്ന് ആ രാജ്യം ഒഴിവാക്കണം. യാതൊരു തരത്തിലുള്ള കച്ചവട ബന്ധങ്ങളോ ഒന്നും എന്താണ് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് പിന്നീട് ആ രാജ്യം പാടില്ല. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് അയാളുടെ കീഴിലുള്ള സൈന്യത്തെ പിരിച്ച് വിടണം. പക്ഷേ അങ്ങനെ പിരിച്ചു വിട്ടാലും എന്താണ്, ഇവർക്ക് വേറെ ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കമ്പനി അവരെ സഹായിക്കും. ഇതിന് പകരമായി ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സാമ്രാജ്യത്തെ അല്ലെങ്കിൽ സഖ്യരാജ്യത്തെ സംരക്ഷിക്കുന്ന ചുമതല കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എന്താണ്, ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കമ്പനിയുടെ സഖ്യം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സൈന്യത്തിന് ഒരുപാട് നല്ല ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, നാട്ടുരാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിലൊക്കെ ഈ സൈന്യം ഇടപെടാൻ തുടങ്ങി. അങ്ങനെ എന്താണ്, ആ രാജ്യത്തിൻ്റെ ഭരണത്തിൽ മൊത്തത്തിൽ അവർ കൈ കടന്ന് ആകെ അങ്ങോട്ട് പതുക്കെ ആ രാജ്യത്തെ മൊത്തമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച രാജ്യമാണ് ഹൈദരാബാദിലെ നസ്സാം. നസ്സാമാണ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. അപ്പോൾ ഇതൊക്കെ ഏത് വർഷമാണ്, എന്താണ് ഉടമ്പടികൾ ആദ്യം ഒപ്പുവെച്ചത്, ഏത് ഗവർണർ ജനറൽ ആയിരുന്നു ഇത് കൊണ്ടുവന്നത്? വെല്ലസ്ലി പ്രഭു. അത് നോക്കി വയ്ക്കാം. ഇനി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു സമ്പ്രദായമാണ് എന്ത്, പലതരത്തിലുള്ള നികുതി സമ്പ്രദായങ്ങൾ. അതിലൊന്നാമതാണ് റയറ്റ് വാരി സിസ്റ്റം.
പിന്നെ വേറെ ഒരെണ്ണമാണ് എന്ത്, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണ് ഈ റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതായത് കർഷകരെ പണി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകളായിട്ട് അവിടെ പണി ചെയ്യുന്ന കർഷകനെ തന്നെ നിയമിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്, ആ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകന് തന്നെ കൊടുക്കുകയാണ്. പക്ഷേ എന്താണ് അവിടുത്തെ ചതിക്കുഴി, ആ കർഷകൻ കമ്പനി പറയുന്ന ഒരു നിശ്ചിത തുക, എന്ത് പ്രശ്നം വന്നാലും, വിളവുണ്ടായാലും ഇല്ലെങ്കിലും, പ്രകൃതി ദുരന്തം വന്നാലും എന്ത് വന്നാലും ഇവർ പറയുന്ന തുക നികുതി അയാൾ മുടങ്ങാതെ കൊടുത്തിരിക്കണം. അതാണ് അവിടുത്തെ എന്താണ് അവർ തമ്മിലുള്ള കരാറ്. അപ്പോൾ ആരാണിത് നടപ്പിലാക്കിയെന്ന് നോക്കാം കേട്ടോ. തോമസ് മൺട്രോയും റീഡുമാണ്. മൺട്രോയും റീഡും അവർ രണ്ടുപേരുമാണ് എന്ത് ഈ റൈറ്റ് ടു വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ടു വാരി വ്യവസ്ഥ കർഷകരെ അവർ പണിയെടുത്തിരുന്ന നിലത്തിൻ്റെ ഉടമകളാക്കി മാറ്റി. റൈറ്റ് ടു വാരി സമ്പ്രദായത്തിൽ ഗവൺമെൻറ്റും കർഷകരും തമ്മിൽ പ്രത്യക്ഷമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടു. ഇടനിലക്കാരെയെല്ലാം ഒഴിവാക്കി. അവർ ഗവൺമെൻറ്റും പിന്നെ ഈ പണിക്കാരും തമ്മിൽ ഡയറക്റ്റ് ബന്ധം. റൈറ്റ് ടു വാരി വ്യവസ്ഥയിൽ നികുതി നിർണ്ണയം ശാശ്വതമായിരുന്നില്ല. അത് ഗവൺമെൻറ്റിന് എന്താണ് തോന്നുന്ന സമയത്തൊക്കെ എന്താണ് അവരിങ്ങനെ നികുതി കൂട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേക സമയമൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ നികുതി കൂട്ടും, പുതുക്കി വന്നിരിക്കും. റൈറ്റ് ടു വാരി വ്യവസ്ഥയിൽ കർഷകനെ ഭൂവുടമകളാക്കി പരിഗണിച്ചു. പക്ഷേ യഥാർത്ഥ ഭൂവുടമാവകാശം ആർക്കാണ്, കമ്പനിക്ക് തന്നെയായിരുന്നു. മിക്ക പ്രദേശങ്ങളിലും ഉയർന്ന നിരക്കിലാണ് ഭൂനികുതി നിശ്ചയിച്ചിരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിളനഷ്ടം വന്നു കഴിഞ്ഞാലും നികുതി അവർക്ക് കൃത്യമായിട്ട് കിട്ടണം. പക്ഷേ ഇതൊന്നും എന്താണ്, ഇതൊന്നും ഒരാളുടെ കർഷകരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയില്ല. അത് കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതുകൊണ്ടൊക്കെ ലാഭം ആർക്കാണ്, കമ്പനിക്ക് തന്നെയായിരുന്നു ലാഭം. ഇനി അടുത്തതാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 കൊണ്ടുവരുന്നത്. കോൺവാലിക്സ് പ്രഭു ആണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. കോൺവാലിക്സ് പ്രഭു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകരല്ല ഭൂവുടമകൾ, അവർ പണിക്കാർ മാത്രം. ഈ ഭൂവുടമകളായിട്ട് ജമീന്ദാർമാരെ അതുപോലെ തന്നെ കരം പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഇത്ര ഭൂമികൾ, എല്ലാ കാര്യങ്ങളും എഴുതി തിട്ടപ്പെടുത്തിയിട്ട് ഇത്ര ഭൂമി അവർക്ക് ഉണ്ടെന്ന് കൊടുക്കും. അവർ കർഷകരെ കൊണ്ട് അതിൽ പണിയെടുപ്പിക്കും. ഇവർക്ക് ഇത്ര ഭൂമിക്ക് ഇത്ര കരം എന്നൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ട്. ആ റേറ്റ് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ആ റേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇവരെന്ത് ചെയ്യും, കർഷകരെ കൂടുതലായിട്ട് പണിയെടുപ്പിക്കും. ഇവർക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. ഇവരെന്ത് വേണം, അവിടേക്ക് കൊടുക്കണം. ഒരു 11 10 ഭാഗം നികുതി അടയ്ക്കണം. ഒരു ഭാഗം എന്ത് ചെയ്യാം, ഈ ജമീന്ദാർക്ക് എടുക്കാം. ഇനി വിളവ് ഇത്തിരി കൂടുതൽ വരവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കൂടുതലും ആർക്കെടുക്കാം, ജമീന്ദാർക്ക് എടുക്കാം. പക്ഷേ എപ്പോഴും അങ്ങനെ വന്നൊന്നും വരില്ലല്ലോ. വിളനഷ്ടം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാലോ സർക്കാരിന് അത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ കമ്പനിക്ക് അത് തന്നെ കിട്ടണം, 10% തന്നെ കിട്ടണം. അഥവാ ഇവർക്കിത് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, ആ ആളെ ജമീന്ദാർ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ ഭൂമിയുടെ അവിടെ അവകാശം വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതുകൊണ്ടും എന്താണ്, കർഷകനൊരു ലാഭവും ഉണ്ടായില്ല. അവൻ്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലാവാണ് ചെയ്തത്. ജമീന്ദാർമാരും കരം പിരിവുകാരും ഭൂവുടമകളായി മാറി. അവർ നികുതി പിരിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥരായി പ്രഖ്യാപിക്കപ്പെട്ടു. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിൽക്കാനോ പാട്ടത്തിന് കൊടുക്കാനോ ഉള്ള അധികാരം അവർക്ക് ലഭിച്ചു. ജമീന്ദാർമാർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട സംഖ്യ സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ടു. പിരിച്ചെടുക്കുന്ന നികുതിയുടെ 11 10 ഭാഗം ഗവൺമെൻറ്റിന് നൽകണം. ആ ഒരു ഭാഗം ആർക്ക് എടുക്കുക, ജമീന്ദാർക്ക് എടുക്കാം. ജമീന്ദാരുടെ ഭൂമിയിൽ നിന്നുള്ള പാട്ടം ഏതെങ്കിലും കാരണവശാൽ വർദ്ധിക്കാനിടയായാൽ എന്താണ്, ആ വർദ്ധിച്ച സംഖ്യയും കൂടി ആർക്ക് എടുക്കാം, ജമീന്ദാർക്ക് എടുക്കാം. ഇനി കൃഷി തകർച്ച മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട തുക കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഭൂമി പിടിച്ചെടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കും. കമ്പനി വേറെ ആളെ ഏൽപ്പിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ എന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർഷകൻ എന്താണ്, ഇത് വളരെ സാരമായിട്ട് ബാധിച്ചു അല്ലേ. എന്താണ്, അവൻ്റെ എല്ലാ അവകാശങ്ങളും അവിടെ നഷ്ടമായി. അവനായിരുന്നു ഭൂവുടമ, അതവിടെ അവന് നഷ്ടമായി. അവൻ വെറും കുടിയാനായിട്ട് മാറി.
ജമീന്ദാർമാരും കുടിയാന്മാരും തങ്ങളുടെ രേഖാമൂലമുള്ള കരാറുകൾ ഉണ്ടായ കൃഷിഭൂമിയുടെ വിസ്തൃതി, കർഷകർ കൊടുക്കേണ്ട നികുതി തുടങ്ങിയിട്ടുള്ള കരാറിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനെയുള്ള കരാറുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന്. കർഷകരിൽ നിന്ന് വൻതുക, അതായത് ഇപ്പോൾ പണി ചെയ്യുന്ന ആൾക്കാർക്ക് കുടിയാന്മാർ ഇത്ര പണി ചെയ്യുമ്പോൾ അവർക്ക് ഇത്ര നികുതി എന്നൊക്കെ ഒരു കരാറുകൾ ഉണ്ടായിരുന്നു. ശാശ്വത ഭൂനികുതി ആയപ്പോൾ എന്താണ്, അവർ തമ്മിലുള്ള കരാറുകളൊക്കെ ലംഘിക്കപ്പെട്ടു. കാരണം എന്താണ്, ജമീന്ദാർക്ക് ഇത്ര കൊടുക്കണം. അപ്പോൾ ഇയാൾ ഇവിടെ കുറേ കള്ളത്തരങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങി. കർഷകരിൽ നിന്ന് വൻതുക ഈടാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ജമീന്ദാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കണക്കാക്കി. 1% കൊണ്ട് അയാളുടെ ജീവിതം കഴിയില്ല അല്ലേ. അയാൾ എന്ത് ചെയ്യും, ഇവരിൽ നിന്ന് കൂടുതൽ ഈടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. 10% മറ്റാൾക്ക് കൊടുക്കണ്ടോ. അങ്ങനെ കർഷകൻ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുകയും കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് പ്രയോജനം ഉണ്ടായത് ആർക്കാണ്? ജമീന്ദാർമാർക്കും ഇംഗ്ലീഷുകാർക്കും മാത്രമാണ്. പക്ഷേ ഇതും എന്താണ്, കർഷകർക്ക് അതിദാരിദ്ര്യം തന്നെയാണ് സമ്മാനിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് ജമീന്ദാർമാർക്ക് വലിയ നേട്ടങ്ങളുണ്ടായി. പക്ഷേ പതുക്കെ എന്താണ്, അവർക്കും അത് പ്രശ്നമായിട്ട് മാറി. ഭൂവുടമകളായെങ്കിലും പല ജമീന്ദാർമാരുടെ അവസ്ഥ പതുക്കെ മോശമായി തുടങ്ങി. ഉയർന്ന ഭൂനികുതി നൽകാൻ കഴിയാതെ പലരും തകർന്നടിയാൻ തുടങ്ങി. ഇപ്പോൾ എന്തെങ്കിലും വെള്ളപ്പൊക്കം, വരൾച്ച, ക്ഷാമം, അതുകൊണ്ടൊക്കെ എന്താണ്, അവർക്ക് പറഞ്ഞ തുക കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഭൂമി അവരിൽ നിന്ന് നഷ്ടമായി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് പുറകിൽ ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ, സാമ്പത്തികവും ഭരണപരമായിട്ടുള്ളൊരു തന്ത്രമുണ്ടായിരുന്നു. കാരണം തങ്ങളോട് കൂറുള്ളൊരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഇവരിന്ന് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അടുപ്പം നമുക്കിങ്ങനെ പണിയെടുക്കാതെ തിന്നാവുന്ന ഒരു ലാഭക്കച്ചവടം. അങ്ങനെ എന്താണ്, ബ്രിട്ടീഷുകാരോട് കൂറുള്ള ഒരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ശരിക്കും എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണ തന്ത്രമായിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഗുണം ആർക്ക് തന്നെയാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് അവർ കൊണ്ടുവന്ന വേറൊരു കാര്യം, നികുതി വ്യവസ്ഥകൾ. ഒന്ന് സൈനിക ഇത്, ഇനി നമുക്ക് നോക്കാനുള്ളത് ഹണ്ടർ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഹണ്ടർ കമ്മീഷൻ 1882 മുതൽ 1883 വരെയാണ് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ടുള്ള നല്ലൊരു സംഭാവന എന്ന് പറയുന്നത് എന്താണ്, വിദ്യാഭ്യാസമാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അപ്പോൾ അവർ നമുക്കത് സംഭാവന ചെയ്യുമ്പോൾ, സ്കൂളുകളും അങ്ങനെ ഒരു ആധുനിക വിദ്യാഭ്യാസം നമുക്ക് സംഭാവന ചെയ്യുമ്പോൾ അവർക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ്, ഇപ്പോൾ അവർക്കിവിടെ ഭരണം നടത്തണമെങ്കിൽ അവർക്ക് ഒരുപാട് ഗുമസ്തന്മാരെയും ഉദ്യോഗസ്ഥന്മാരൊക്കെ കിട്ടണം. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്. നമ്മൾ അതിലും വലിയ കള്ളന്മാരല്ലേ, അത് പഠിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ തിരിഞ്ഞവരാണ് നമ്മൾ. അപ്പോൾ അവരിങ്ങനെ ഉദ്ദേശത്തിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ അങ്ങനെ 1854 വുഡിൻ്റെ വിദ്യാഭ്യാസ രേഖ, വുഡ് എന്ന് പറയുന്ന ഒരാളെന്നല്ല, അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ഒരാൾ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി, അത് എന്തൊക്കെ പുരോഗതികളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് 1882 ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിച്ചു. W ഹണ്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനാണ് നിയമിച്ചത്. ആ കമ്മീഷനെയാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഹണ്ടർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ 1882. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? 1854 വുഡിൻ്റെ വിദ്യാഭ്യാസ രേഖാ പദ്ധതി വന്നതിന് ശേഷം എന്തൊക്കെ പുരോഗതിയാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് പഠിക്കാനായിട്ടാണ് അദ്ദേഹത്തിനെ നിയമിച്ചത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും വ്യാപനത്തിനും ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് ഹണ്ടർ കമ്മീഷൻ ആവശ്യപ്പെട്ടു. എന്താണ് അവർ പഠിച്ചതിന് ശേഷം പറയാണ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. പ്രാഥമിക വിദ്യാലയങ്ങളുടെ നടത്തിപ്പ് പ്രാദേശിക സമിതികളെ ഏൽപ്പിക്കണം. പ്രാഥമിക വിദ്യാലയങ്ങൾ, ചെറിയ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്താണ്, അത് അവിടുത്തെ പ്രാദേശിക സമിതികളെ ഏൽപ്പിക്കണം. പ്രാഥമിക വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? നാട്ടുഭാഷയിലായിരിക്കണം, വെർണാക്കുലർ ലാംഗ്വേജിൽ ആയിരിക്കണം. എയ്ഡഡ് സ്കൂളുകൾക്ക്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് തുല്യമായിട്ടുള്ള അംഗീകാരം നൽകണം. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പഠന പദ്ധതിയിൽ 2 തലങ്ങൾ ഉണ്ടായിരിക്കണം.
അക്കാദമിക് വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും രണ്ടും വേണം. പഠിക്കുകയും വേണം, അതിനൊപ്പം എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും കൂടെ വേണം. പ്രസിഡൻസി നഗരങ്ങൾക്ക് പുറമെ സ്ത്രീ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കണമെന്നും കമ്മീഷൻ ശുപാർശ നൽകി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാട്ടോ, ഹണ്ടർ കമ്മീഷൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ ചോദിക്കാം. ഇനിയുള്ളത് എന്താണ്? ക്രമീകരണ നിയമം. ഇനിയുള്ളത് എന്താണ്? ഇനി നമുക്ക് നോക്കാനുള്ളതാണ് റെഗുലേറ്റിംഗ് ആക്ട് അല്ലെങ്കിൽ ക്രമീകരണ നിയമം. അപ്പോൾ നമ്മൾ നേരത്തെ ബംഗാളിലത്തെ ഒരവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബംഗാളിൽ ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ ഭരിച്ചങ്ങോട്ട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇവരുടെ ഭരണത്തെക്കുറിച്ച് ഒരുപാട് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആകെ എന്താണ്, അവരൊക്കെ എതിർപ്പുകളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനി ഭരണത്തിൽ ഇടപെടണമെന്ന് അവിടെ ഇങ്ങനെ മുറവിളി ഇങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് കമ്പനി 10 ലക്ഷം പവൻ്റെ വായ്പ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. 10 ലക്ഷം പവൻ്റെ വായ്പ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് കമ്പനി ആവശ്യപ്പെട്ടു. ഒന്നാമത് അവരെ പറ്റി പ്രശ്നങ്ങളാണ്. അതിൽ കൂടെ എന്താണ്, ഇങ്ങനെ ഒരു പൈസയുടെ ഒരു ഇതും കൂടെ ചോദിച്ചോട് കൂടി എന്താണ്, ഇവരെ നിയന്ത്രിക്കണം എന്നുള്ള മുറവിളി ശക്തമായി. അപ്പോൾ ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സെലക്ട് കമ്മിറ്റീനെ നിയമിക്കുകയാണ്. സെലക്ട് കമ്മിറ്റീനെയും ഗവൺമെൻറ്റിൻ്റെ ഒരു രഹസ്യ കമ്മിറ്റീനെയും നിയമിക്കുകയാണ്. അങ്ങനെ 2 കമ്മിറ്റികളും 1773 ഒരു നിയമം പാസ്സാക്കുകയാണ്. അതാണ് എന്ത്? റെഗുലേറ്റിംഗ് ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ കൺട്രോൾ ചെയ്യാനുള്ള ആക്റ്റാണ് എന്ത്? റെഗുലേറ്റിംഗ് ആക്ട്. ഇനി അപ്പോൾ ആ നിയമപ്രകാരം എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും. അത് എന്താണ്, അതിൻ്റെ ഘടനയിൽ ചില മാറ്റങ്ങൾ വരികയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൺട്രോൾ ആരായി? ഡയറക്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റായി. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺട്രോൾ ആരുടെ? നിയന്ത്രണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ടാക്കി. അതുപോലെ ഇന്ത്യയിലെ ഭരണപരവും സൈനികവും ധനകാര്യ സംബന്ധവുമായിട്ടുള്ള എല്ലാ രേഖകളും കമ്പനി ഡയറക്ടർ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമർപ്പിക്കുകയും വേണം. ബംഗാളിലെ ഗവർണർ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളും ഗവർണർ ജനറലായിട്ട് മാറി. മദ്രാസിലെയും ബോംബെയിലെയും ഗവർണർമാർ ഭരണം, നികുതി പിരിവ്, കമ്പനിയുടെ താല്പര്യങ്ങൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഗവർണർ ജനറലിന് അയച്ചു കൊടുക്കണം. ഇനി യൂറോപ്യന്മാരെ കുറിച്ചുള്ള കേസുകൾ അല്ലെങ്കിൽ യൂറോപ്യരെ പറ്റി എന്തെങ്കിലും കേസ് കൂട്ടങ്ങൾ വരികയാണെങ്കിൽ അത് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോടതി, ഒരു പ്രത്യേക സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ടും ഇവരിങ്ങനെ ഈ നിയമം ശുപാർശ ചെയ്ത് നടപ്പിലാക്കി. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ഈ കമ്പനി ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി പാരിതോഷികങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ ഈ നിയമം കർശനമായിട്ട് നിരോധിച്ചു. ഇതൊക്കെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ എന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നത്, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഭാഗങ്ങൾ, അപ്പോൾ ഇത് നന്നായിട്ട് നോക്കാം, ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുമ്പോൾ ഈ ക്രമീകരണ നിയമത്തിൽ വന്നിട്ടുള്ള ഡീമെറിറ്റ്സുകൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1784 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വില്യം പിറ്റ്സ് ആണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കമ്പനി ഭരണം നടത്തിയിരുന്ന ഡയറക്ടർമാരുടെ സമിതിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 6 കമ്മീഷണർമാരടങ്ങുന്ന ഒരു നിയന്ത്രണ സമിതിയാണ് അദ്ദേഹം രൂപീകരിച്ചത്. രാഷ്ട്രീയവും സൈനികവുമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 3 ഡയറക്ടർമാർ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണത്തിൽ പിറ്റ്സ് ഇന്ത്യ നിയമം സാരമായിട്ടുള്ള ഭേദഗതികൾ വരുത്തി. എന്തൊക്കെയാണത് വരുത്തിയെന്നുള്ളത് നോക്കാം. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്റ്റിലുള്ള പിഴവുകൾ നികത്താൻ വേണ്ടിയിട്ട് 1784 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നുള്ള വില്യം പിറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതിന് വേണ്ടിയിട്ട്, അതായത് ഈ കമ്പനിയുടെ ഭരണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 6 കമ്മീഷണർമാരടങ്ങുന്ന ഒരു നിയന്ത്രണ സമിതിയെ അദ്ദേഹം നിയമിച്ചു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതുവഴി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലെ അംഗസംഖ്യ 4-ൽ നിന്ന് 3 കുറച്ചു. യുദ്ധം, നയതന്ത്രം, നികുതി മുതലായ കാര്യങ്ങളിൽ ബോംബെ, മദ്രാസ് പ്രസിഡൻസികൾ ബംഗാൾ പ്രസിഡൻസിയുടെ നിയന്ത്രണത്തിലാക്കി.
അങ്ങനെ പിറ്റിൻ്റെ ഇന്ത്യ നിയമം കമ്പനി ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാക്കി. ഇതും കൂടെ വന്നപ്പോൾ എന്തായി? അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് വന്നു. അതിനുള്ള പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നു. ഇതും കൂടി ആയപ്പോൾ എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളൊക്കെ പോയി. അത് അവർ ഫുൾ കൺട്രോൾ എവിടെ പോയി? അവരെ മൊത്തം നിയന്ത്രിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റായി. അപ്പം ഇങ്ങനെയാണ് 1857 വരെയുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു കാലഘട്ടം അവിടെ കിടക്കുന്നത്. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, കർണാട്ടിക് യുദ്ധത്തോടൊക്കെ കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ശരിയാക്കി. ബംഗാൾ വഴിയാണ് അവരിവിടെ കടന്നു കയറുന്നത്. ആധിപത്യമൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി. അവർക്കെതിരെ മുറവിളികളൊക്കെ വന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ് ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ പോയിൻറ്റ്സും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാലം നമ്മൾ നൂറ്റാണ്ടുകൾ, AD അങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വർഷങ്ങളുണ്ട്. അപ്പോൾ ആ വർഷങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഓരോ വർഷം അതിൻ്റെ കറക്റ്റ്, ഇപ്പോൾ ഇന്ന വർഷം ബക്സാർ യുദ്ധം, ഈ വർഷം പ്ലാസി യുദ്ധം, ഈ വർഷം, അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഒരു A4 ഷീറ്റ് അത് എഴുതി വയ്ക്കുക. ഇനി ഇവിടെ നിന്ന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വർഷങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യുക, അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇത്രയുള്ളൂ. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.